നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 5 വർഷം തികയാൻ പോകുന്നതിന് 2-3 മാസം മുൻപാണ്. പക്ഷേ ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ആദ്യത്തെ ക്യാബിനറ്റിലെടുത്ത തീരുമാനം അംഗൻവാടി ജീവനക്കാർക്കടക്കം ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അന്നത്തെ തീരുമാനത്തിൽ 95% നമ്മൾ സ്ത്രീകളെ മാത്രം പരിഗണിച്ച്. ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ എന്ന് വേണ്ട, പിന്നെ അതെ, അതിന് പ്രിയദർശിനി ജൂൺ 15-ാം തീയതി നടപ്പിലാക്കി. ഇപ്പൊ ബസ്സിലാണെങ്കിൽ നിന്നിരിയ സ്ഥലമില്ല. ബസ് ജീവനക്കാർ പാട് കൊടുക്കുക. എല്ലാ ബസ് സ്റ്റാൻഡ്, ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലം ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ തിങ്ങി നിറഞ്ഞ അകത്ത് വനിതകളാണ്. ആണുങ്ങളെ ആ വഴിക്കോട്ട് കയറ്റില്ല. കാരണം അത്രയ്ക്ക് അതൊരു കേരളത്തിലെ സ്ത്രീകൾക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ ഒരു പദ്ധതിയിലും ഇത്രയേറെ ജനകീയ പിന്തുണ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന്റെ പിന്തുണ കിട്ടിയിട്ടില്ല. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങൾ ഒരു പരിധിവരെ നിറവേറ്റാൻ ഈ പ്രിയദർശിന്റെ പേരിട്ടത് ഞാനാട്ടോ. പിന്നെ ഗതാഗത ഒരു ചർച്ചയുമായിട്ട് വന്നു. വേറൊരു പേരാ പറഞ്ഞത്. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി ആണല്ലോ. ഞാനാ പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞല്ല, പ്രിയദർശിനിയാണ്. ഇത്രയും പ്രിയങ്കരമായ പദ്ധതിയാണ് ഞങ്ങൾ സ്ത്രീകൾക്ക്. അതുകൊണ്ട് അതെ, പണ്ഡിറ്റ് നെഹ്റുജി ഇട്ട പേരും കൂടിയാണല്ലോ ഇന്ദിരാജി വിളിച്ച പേര്. നമുക്ക് എന്ത് വന്നാലും നമ്മുടെ ഒരു ഐക്കൺ, കോൺഗ്രസ് പാർട്ടിയുടെയും പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്ത്രീകളുടെയും ഒരു ഐക്കൺ എന്ന് പറയുന്നത് ഇന്ദിരാജി തന്നെയാണ്. ആ പ്രിയങ്കരമായ ഓർമ്മകൾ നമുക്ക് എപ്പോഴും കരുത്താണ്. അങ്ങനെ പ്രിയദർശിനി പദ്ധതി, എല്ലാ പദ്ധതികളിലും നമ്മളങ്ങനെ ചെയ്തു. ഇവിടെ ഞാൻ വന്നപ്പോൾ ANTC പ്രസിഡന്റ് ബഹുമാന്യനായ നേതാവിൻ്റെ പ്രസംഗം വളരെ അർത്ഥവത്താണ്. എണിയുടെ യൂണിയനും INTC യൂണിയനുമായി ബന്ധപ്പെട്ട് വലിയ ഓരോ സമ്മേളനങ്ങൾ വരുമ്പോഴും ഓരോരുത്തരെയും നേരിട്ട് കാണുമ്പോഴും എൻ്റെ മനസ്സിലെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹം ജോലി ചെയ്യുന്ന എല്ലായിടത്തും, പുരുഷ സമൂഹം അങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീയെന്നോ പുരുഷനില്ല, എല്ലാവരും ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മിനിമം വേജസ് എത്താത്തടുത്ത് മിനിമം വേജസ് എത്തിച്ച് അവരെ ജീവനക്കാരായി അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ. നമുക്കറിയാം സർക്കാരിൻ്റെ പരിമിതികളും നിയമപരമായ സങ്കീർണതകളും ഒക്കെ ഉണ്ട്. പക്ഷേ ആത്മാർത്ഥമായി ഇവിടെ ഉന്നയിച്ച വിഷയത്തിന് വേണ്ടി ശ്രമിക്കുമെന്ന് 1975 മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ ആരംഭിച്ച നമ്മുടെ അംഗനവാടി പ്രസ്ഥാനം 51 വർഷക്കാലം പിന്നിടുമ്പോഴും നമ്മൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നമ്മൾക്ക് അംഗനവാടി മേഖലയിൽ നമുക്കൊരു കുറച്ചെങ്കിലും ഒരു ഓണറേറിയത്തിലൊരു വർധനമുണ്ടായത് നമ്മുടെ INTCയുടെ നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ മികവുകൊണ്ടാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്ത് നമുക്ക് 5000 രൂപയായിരുന്ന ഓണറേറിയത്തെ ഇരട്ടിപ്പിച്ച് 10000 രൂപയാക്കി തന്നു. അതിനൊക്കെ മുഖ്യ പങ്ക് വഹിച്ചത് വേറെ ബഹുമാന്യനായ R ചന്ദ്രശേഖരൻ അടക്കമുള്ള INTCയുടെ നേതാക്കൾ, നമ്മുടെ INTCയുടെ ഏറെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രത്യേക ഇടപെടലുണ്ട്. നമ്മളെ കൂട്ടുകയും INTC പ്രസ്ഥാനത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ സോണിയാഗാന്ധി തിരുവനന്തപുരത്ത് വന്നപ്പോഴുണ്ടായ അദ്ദേഹത്തിന്റെ വലിയ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ആ 5000 രൂപ എന്നുള്ളത് 10000 രൂപയാക്കി തന്നത്. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം ഇവിടെ ഇരുന്ന, പക്ഷെ ഇന്നെനിക്ക് എൻ്റെ പഞ്ചായത്തിലുള്ള എൻ്റെ സ്ഥലത്തുള്ള ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പയ്യന്റെ കല്യാണം കുണ്ടറ പവിത്രം ആഡിറ്റോറിയത്തിൽ നടക്കുന്നു. അവിടെ വന്ന് എത്തേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ ധൃതി കണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഇത് ഓക്കേടാണെന്ന് എനിക്കറിയാം. ചില നേതാക്കളുടെ ഒരു ശൈലിയാണല്ലോ പോണം എന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ കൊല്ലം ജില്ലയിലുള്ളവർക്കറിയാം, മറ്റുള്ളിടത്തുനിന്ന് വന്നവർ കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സാധാരണ പ്രസംഗം സൂചിപ്പിച്ചു. നമ്മളെ സഹായിച്ചിട്ടുള്ളത് ആരാണ്? കോൺഗ്രസ് ആണ്. നമ്മളെ സഹായിച്ചിട്ടുള്ളത് UDF ആണ്. നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. പക്ഷെ തൊഴിലാളിയാണോ എനിക്കിപ്പോ സംശയം തോന്നി. കാരണം ഇവിടെ ഞങ്ങളെ എന്റെ വിഭാഗത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് സ്വാഗതം പറഞ്ഞത്. ആശ നിങ്ങളുടെ ടീച്ചറാണ്, അംഗൻവാടി ടീച്ചറാണ്, തൊഴിലാളിയാണ്. അപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു. ഈ സംഘടനയെ പ്രതികരിച്ച് വന്നതാണ്. അപ്പൊ നമുക്ക് അഭിമാനമല്ലേ? ഒരു സംശയവും വേണ്ട. നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക്, ദുരിതങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, പരിമിതികൾക്ക്
പരിഹാരം ഉണ്ടാക്കി തരാൻ ഈ സംഘടനയും ഈ ഗവൺമെന്റും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങളിലേക്ക് ആഴത്തിൽ പോകാൻ സമയമില്ലാത്തത് കൊണ്ടും ഞാൻ അത്രയധികം പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് നേതൃത്വം തരാൻ ശക്തരായ നേതാക്കളുണ്ട്. ആ ചന്ദ്രശേഖരൻ INTC സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു, ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു. ഞാൻ അധീക്ഷനോട് പറഞ്ഞാണെന്ന് മാറണം, ശരിയല്ല. മേയർ എന്നുള്ള നിലയിൽ കോർപ്പറേഷന്റെ കാര്യങ്ങളിൽ അണുവീഴ മാറ്റം വരുത്താൻ ലാപ്സ് ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല DC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. പക്ഷെ രണ്ടും കൂടി അദ്ദേഹം കൊണ്ടുപോകുന്നോ ഏതുവരെ പോകുന്നു എന്ന് ഞാൻ നോക്കട്ടെ. കൊല്ലത്തിനൊരു മേയർ നമ്മുടെ ജീവിതാഭിലാഷമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കോൺഗ്രസ് മേയർ കുടിവെച്ച് ഈ DCC ആഫീസിന്റെ അംഗത്തിൽ വരുന്നത്. ഞങ്ങൾക്കൊക്കെ അതിൽ വലിയ അഭിമാനമുണ്ട്. അതാകാൻ കഴിഞ്ഞതിൽ ശ്രീ AK ഹദീസിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എല്ലാ ജില്ലകളിൽ നിന്നും വന്ന ഈ സംഘടനയുടെ പ്രതിനിധികളായെത്തിയ എല്ലാ സഹോദരിമാരെയും മറ്റു നേതാക്കളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുന്നു. പോയാൽ മതി എന്ന് തീരുമാനിച്ചത്. അതിനനുസരിച്ചാണ് നമ്മൾ കേരള അംഗൻവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ എന്ന പേര് കൊടുത്ത് INTC നമ്മൾ അഫിലിയേറ്റ് ചെയ്തത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്വാഗത പ്രാസംഗിക ഇവിടെ പറഞ്ഞു. ഇതിനെ കുറിച്ചെല്ലാം പറയാൻ ആധികാരികമായിട്ട് കഴിവുള്ളവർ നിങ്ങളാണ്. ഒരു ജില്ലയിൽ നിന്നും ഒരാളെങ്കിലും ഇവിടെ വന്ന് നിങ്ങളുടെ പ്രസന്റേഷൻ നിങ്ങൾ നടത്തണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയണം. ഇതിലെല്ലാത്തിലും ഉപരി ഇപ്പോൾ അംഗൻവാടി മേഖലയിൽ പെൻഷൻ പറ്റിയ നമ്മുടെ ടീച്ചർമാരും ഹെൽപ്പർമാരുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. നമ്മൾ അടച്ച പൈസ 2500 രൂപ ഒരിക്കലും മറ്റ് സംഘടനകൾ അടയ്ക്കുന്നത് പോലെയല്ല അംഗൻവാടി ക്ഷേമനിധി ബോർഡിൽ അംഗൻവാടി ജീവനക്കാർ അടയ്ക്കുന്നത്. വർക്കർമാർ 500 രൂപയും ഹെൽപ്പർമാർ 250 രൂപയുമാണ് അടയ്ക്കുന്നത്. മറ്റ് ക്ഷേമനിധികളിലൊക്കെ 40 രൂപ 50 രൂപ അടയ്ക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും തുക അടയ്ക്കുന്നത്. എന്നിട്ട് പോലും 5 മാസമായി കഴിഞ്ഞ സർക്കാർ ഇറങ്ങി പോകുന്ന സമയത്ത് 5 മാസത്തെ കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് നമ്മളുടെ ഈ അംഗൻവാടി പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് ഇന്ന് പെൻഷൻ കിട്ടാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അവസ്ഥ, അംഗനവാടി ജീവനക്കാരുടെ ജോലിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, മേയർക്ക് പോകാനുള്ളത് കൊണ്ട്. എന്നാലും ഞാനൊന്ന് സൂചിപ്പിക്കുന്നു, ഈ ടൗൺ ഏരിയയിൽ മാത്രമാണ് അടുത്തടുത്ത വീടുകളുള്ളത്. അതേസമയം കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം, ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിൽ ഒരു വീട് ഒരു സ്ഥലത്താണെങ്കിൽ ഏക്കറോളം നീങ്ങിയായിരിക്കും അടുത്ത വീട് സ്ഥിതി ചെയ്യുന്നു. അത്രയും സ്ഥലങ്ങളിൽ 50 വർഷക്കാലമായി വീടാന്തരം കയറിയിറങ്ങി കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം കുട്ടികൾക്ക് അവരുടെ വ്യക്തിത്വം ഉയർത്തുന്നതിന് വേണ്ടി അംഗൻവാടി ടീച്ചർമാർ ചെയ്യുന്ന ജോലിയോടൊപ്പം അതിനുശേഷം വീടാന്തരം കയറിയിറങ്ങി സർക്കാർ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അപ്പോഴപ്പോൾ പറയുന്ന പദ്ധതികൾക്ക് വേണ്ടി, സെൻസസ് തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വേണ്ടി ഈ ജീവനക്കാർ നടന്ന് അവരുടെ കാലുകൾ തേഞ്ഞ് ഇന്ന് അവർക്ക് സ്വന്തം വീട്ടിൽ പോലും കസേരയിൽ ഇരിക്കാൻ നിവൃത്തിയില്ലാത്ത ടീച്ചർമാരും ഹെൽപ്പർമാരുമുണ്ട്. അവരുടെ പെൻഷനാണ് സർക്കാർ ഇന്ന് തരാതിരിക്കുന്നത്. നമുക്കറിയാം ഫണ്ടില്ല എന്ന് പറയുന്നു, പക്ഷെ അതൊന്നും നമ്മളുടെ പ്രശ്നമല്ല. ഇല്ലാത്ത ഫണ്ട് എങ്ങനെയെങ്കിലും കണ്ടെത്തി ഓരോ IAS ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഓരോ സർക്കാർ ജീവനക്കാരന് അവരുടെ മാസത്തെ ശമ്പളം അല്ലെങ്കിൽ അവരുടെ പെൻഷൻ കൊടുക്കാൻ സർക്കാർ കാണിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം അംഗൻവാടി ജീവനക്കാരുടെ കാര്യത്തിലും കാണിക്കണമെന്ന് ഈ സമ്മേളനം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 200ഓളം പ്രതിനിധികളാണ് അവിടെ എത്തിയിരുന്നു. വലിയ സമ്മേളനമാണ്. അംഗനവാടി അധ്യാപകർ എന്ത് ആണ് എന്നുള്ളത് ഈ വേദിയിലിരിക്കുന്നവരിൽ അല്പം കുറച്ചുകൂടി ഞാനൊരു മേയർ എന്ന നിലയിൽ മാത്രമല്ല, നേരത്തെയും ഞാൻ 5 വർഷക്കാലം കൊല്ലം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അംഗനവാടി അധ്യാപകർ എന്തൊക്കെയാണ് അവരുടെ ബാധ്യത, എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് നിങ്ങളെപ്പോലെയൊക്കെ എല്ലാം അറിയില്ലെങ്കിലും ഒരു 90% എനിക്കും അറിയാം. വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും എൻ്റെ ഡിവിഷനിൽ തന്നെ, ഞാൻ ഈ നഗരഹൃദയത്തിലാണ് പ്രതിനിധീകരിക്കുന്നത്,
അവിടെ നിന്ന് 10ഓളം അംഗനവാടി എൻ്റെ ഡിവിഷന് കീഴിൽ തന്നെയുണ്ട്. ഒട്ടുമിക്ക അധ്യാപകരും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവർ പലരും CPMകാരാണ്. പക്ഷെ അവരൊക്കെ മാനസികവുമായി പലപ്പോഴും നമ്മളോടൊക്കെ നല്ല ബന്ധമുള്ളവരാണ്. അവർ പലരും നമ്മളെ വിളിക്കാറുണ്ട് ഓരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. 4 അംഗനവാടികളുണ്ട്. അതിൽ ഹൈടെക് ആയിട്ടുള്ള അംഗനവാടികളുണ്ട്, AC ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും 10 പേര്, 12 പേര്, 5 പേര്, 4 പേരൊക്കെയുള്ള പല അംഗനവാടികളുണ്ടെങ്കിലും പെട്ടെന്ന് പലരും ചർച്ച ചെയ്ത് സഭയുടെ കോർപ്പറേഷനിലെ പല ചർച്ചാ വേദികളിലും പലരും സൂചിപ്പിക്കാറുണ്ട്, ഇത്തരം അംഗനവാടി കൊണ്ടുള്ള പ്രവർത്തനത്തിനുള്ള ഗുണം എന്താണ്, വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പം ശരിക്കും ആ കൃഷ്ണവേണി രാശിയൊക്കെ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ജോലി ഇപ്പോൾ കൊച്ചുകുട്ടികളെ നോക്കുന്നതിനേക്കാൾ കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലി സർക്കാർ തന്നെ കൊടുക്കുക പല തരത്തിൽ. അത് സർവേ ആയിട്ടും എന്തിനേറെ പറയുന്നു, ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ മാത്രം പലപ്പോഴും ഈ അംഗനവാടി അവർ ആശാവർക്കർമാർ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഗവൺമെന്റിന്റെ മുഴുവൻ നോഡൽ ഏജൻസി എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഗവൺമെന്റിന്റെ ആധികാരിക രേഖാസഹിതം സമർപ്പിക്കാനുള്ള അവകാശവും അവസരവും കൊടുക്കുക. എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുമോ അതിനെ സംബന്ധിച്ച് സർവേ റിപ്പോർട്ട് എടുക്കാൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതായിട്ട് കാണുന്നു. അതിനോടൊപ്പം ടാലന്റ് ശ്രദ്ധിക്കപ്പെടാത്ത മറ്റൊരു വിഷയം അഡോൾസെന്റ് ആയിട്ടില്ല, കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. സത്യം തുറന്നു പറയാം, എൻ്റെ മനസ്സിൽ ആദ്യമൊക്കെ തോന്നി ഈ അംഗനവാടി അധ്യാപകരുടെ ഈ ശമ്പളവും അധ്യാപകത്തിനുള്ള സമയം. പിന്നെ ഞാൻ അത് പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ കർത്തവ്യങ്ങൾ, എന്തൊക്കെ ജോലികളാണ്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ. പ്രായാധിക്യം ചെന്ന ആളുകൾക്ക് നിങ്ങളുടെ ആ പ്രദേശത്ത് ഓരോ അംഗനവാടിയുടെ കീഴിലും എത്ര പ്രായമേറിയ സ്ത്രീകളുണ്ട് എന്ന് പരിശോധിച്ചാൽ, അന്വേഷിച്ചാൽ ആദ്യം അറിയാൻ കഴിയുന്നു. കാരണം പലപ്പോഴും ഇത് വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും കൗൺസിലർ എന്നതിന് ഇപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല. പക്ഷെ കൗൺസിലറായിരുന്ന സമയത്തൊക്കെ ഇതിൻ്റെ വിതരണ സമയത്തും വിതരണത്തിനൊക്കെ ഉദ്ഘാടനം ചെയ്യാനും വിതരണം ചെയ്യുന്ന ലിസ്റ്റ് പോലെ എന്നെ ബോധ്യപ്പെടുത്തി ഞാൻ മുമ്പോട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ കൊടുക്കേണ്ടത്. കാരണം ശരിക്കും അത് വലിയ ഉത്തരവാദിത്വമാണ്. ഇതിലേക്ക് നോക്കിയൊക്കെ ഉണ്ട്. പലർക്കും ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഫിറ്റ്നസ് ഇല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ അംഗനവാടിയിൽ എൻ്റെ മുന്നിൽ തന്നെ ധാരാളം പേപ്പറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അംഗനവാടി അധ്യാപകർക്ക് കൊടുക്കേണ്ടുന്ന ജോലിയുടെ ഭാഗമെന്ന നിലയിൽ അംഗനവാടി നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത തരത്തിൽ അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നു. കെട്ടിടത്തിന് പല കെട്ടിടങ്ങളും ഒരുപക്ഷെ പ്രൊക്കോപ്പിക്കുന്നതാകും. അപ്പം അതിന് MCM വരേണ്ടതാകുന്നില്ല.